ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് BSc നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പേരുടെ കുറേ ഡൗട്ട്സ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് അലോട്ട്മെൻറ്റൊക്കെ ഓപ്ഷനൊക്കെ കുറേ പേരൊക്കെ വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലർക്കൊന്നും ഇപ്പോഴും എത്ര കോളേജ് വെക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് എങ്ങനെയാണ് ഞാൻ അലോട്ട്മെൻറ്റ് വെച്ചിട്ടുള്ളത്, അപ്പോൾ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അലോട്ട്മെൻറ്റ് വെച്ച സമയത്ത് എനിക്ക് ചെറിയ കുറച്ച് മിസ്റ്റേക്സൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം മാത്രമല്ല ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ഓണാക്കി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതെനിക്ക് ഇന്നലെ വന്ന ഒരു കമൻറ്റാണ് കേട്ടോ. ചേച്ചി, ഞാൻ 7 ഗവൺമെൻറ് കോളേജസ് വെച്ചു, എനിക്ക് SC 80 ഉണ്ട് റാങ്ക്, കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഇത്ര വെച്ചാൽ മതിയോ? അപ്പോൾ ഇത് എനിക്ക് വന്ന ഒരു കമൻറ്റാണ്. അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ്, ചേച്ചി എൻ്റെ റാങ്ക് 6154 ഗവൺമെൻറ് കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ആദ്യം 2 ഗവൺമെൻറ് കോളേജസ് വെച്ചിട്ട് ബാക്കി സിമെറ്റ് സിപാസ് പ്രൈവറ്റ് ഉൾപ്പെടെ 14 കോളേജസ്, ടോട്ടൽ 16. ഇത് മതിയാകുമോ, ഇനിയും വെക്കണോ, ഇനിയും ഗവൺമെൻറ് കോളേജ് ഇൻക്ലൂഡ് ചെയ്യണോ അതോ പ്രൈവറ്റോ? അപ്പം നമ്മളിപ്പോൾ 2 കമൻറ്റ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും കമൻ്റ് അല്ല കേട്ടോ, ഒരുപാട് കുട്ടികൾ കമൻറ്റ് ഇടുന്നുണ്ട് ഇതുപോലെ. അപ്പം ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ട് ഈ 2 കമൻറ്റ് ഇപ്പം ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം ഇത് ഓൾറെഡി ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീഡിയോയിൽ ആഡ് ചെയ്യാൻ നേരത്ത് എടുത്തതാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ കമൻസും. ശരിക്കും അവരൊക്കെ ഓപ്ഷൻസ് ഇനിയും വെക്കണം, പക്ഷെ അവർ വെക്കണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ കുട്ടികൾ ഇടുന്നത്. ഉറപ്പായിട്ടും അവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം വരാൻ പോകുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലും മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോയിൽ ഞാൻ 2023 എൻ്റെ അലോട്ട്മെൻറ്റ് വെച്ചപ്പോൾ ഉള്ള എൻ്റെ കുറച്ച് എക്സ്പീരിയൻസസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഏതൊക്കെ കോളേജായിരുന്നു വെച്ചത്, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി ഞാൻ എൻ്റെ ഒരു അലോട്ട്മെൻറ്റ് ജേർണി വീഡിയോ ആയിട്ട് പണ്ടേ ചെയ്തിട്ടുണ്ട്. ഒരു 2 months മുന്നേ ചെയ്തതാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു വീഡിയോ നോക്കി കാണുക. ഇതിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് വെച്ചതിൻ്റെ ഇടയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനാണെങ്കിൽ BSc നഴ്സിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നത് 2023 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തൊട്ട് മുന്നേ ഉള്ള ബാച്ചാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 292.5 ആയിരുന്നു. എൻ്റെ കേരള റാങ്ക് എന്ന് പറയുന്നത് 3921 അങ്ങനെ മറ്റോ ആയിരുന്നു എൻ്റെ കേരള റാങ്ക് എന്ന് പറയുന്നത്. എൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് +1 എൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് 98.4. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്കാണെങ്കിൽ ഞാനാണെങ്കിൽ 1 year റിപ്പീറ്ററാണ്. അപ്പം എനിക്ക് റിപ്പീറ്റ് പോയ സമയത്ത് ഓൾറെഡി ആയുർവേദം ഗവൺമെൻറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒപ്പം തന്നെ എനിക്ക് B.Pharm ഗവൺമെൻറ്റിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇതിൽ 3-ൽ ഒരെണ്ണം ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ആദ്യം മുതലേ ഇരുന്നത്. ഒന്നും അങ്ങോട്ട് ഫിക്സ് ആക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കോളേജുകളിൽ മാത്രം BSc നഴ്സിങ്ങിൽ കിട്ടിയായിരുന്നെങ്കിൽ മാത്രം പോയാൽ മതി എന്നാണ് ആദ്യമൊക്കെ വിചാരിച്ചത്. എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കോളേജിലും പോകാൻ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. സീരിയസ്ലി നല്ല കോളേജുകളൊന്നും അന്ന് അറിയില്ലായിരുന്നു. അതായിരുന്നു മെയിനായിട്ടുള്ളൊരു റീസൺ. നഴ്സിംഗ് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അത്യാവശ്യം സ്ട്രിക്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഓർത്ത് പേടിച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും വെച്ചിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 9 ഗവൺമെൻറ് കോളേജായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് 9 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ശരിക്കും 9 ഗവൺമെൻറ് കോളേജ് ഉണ്ടായിരുന്നുള്ളൂ. 6th അലോട്ട്മെൻറ്റൊക്കെ ആയപ്പോഴാണ് പുതിയതായിട്ട് 5 കോളേജുകൾ വന്നത്. അപ്പോൾ അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അന്ന് 9 ഗവൺമെൻറ് കോളേജേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. അപ്പോൾ 9 ഗവൺമെൻറ് കോളേജ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു 5 പ്രൈവറ്റ് കോളേജും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയാണ് ഞാൻ ആദ്യത്തെ 2 അലോട്ട്മെൻറ്റിൽ വെച്ചത്. ട്രയലിലും വെച്ചത് ഇത് തന്നെ, പിന്നെ അത് കൂടാതെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇത് തന്നെയാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 292 പോയിൻറ്റ് ഇൻഡെക്സ് ഉള്ള ഒരു കുട്ടിയുടെ റാങ്ക് ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ ഒരു 8,900-ൻ്റെയും ഒരു 9,000 10,000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു, 3,900 സംതിങ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അത് നല്ലൊരു ഇൻഡെക്സ് ആണ്, നല്ലൊരു റാങ്കാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രൈവറ്റ് കോളേജിലൊക്കെ കിട്ടാനുള്ളൊരു റാങ്കാണ്. അപ്പം അന്നത്തെ ഒരു സിറ്റുവേഷനിൽ അത് ഓക്കെ കറക്റ്റായിരുന്നു. അപ്പം ആ ഒരു ചിന്താഗതി തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത്. അപ്പം ഞാനാണെങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക്
ട്രിവാൻഡ്രത്ത് അനന്തപുരി, കിംസ്, ഗോകുലം, പിന്നെ കൊല്ലത്ത് ട്രാവൻകൂർ മെഡിസിറ്റി, NS മെമ്മോറിയൽ, ഇത്രയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഗവൺമെൻറ് കൂടാതെ പ്രൈവറ്റ്. അപ്പം എനിക്ക് ഇവിടെയൊക്കെ പോകാനേ വലിയ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വെച്ചത്. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയുമ്പം എനിക്ക് കുഴപ്പമില്ലല്ലോ, നല്ല ഇൻഡെക്സ് ഒക്കെ ഉണ്ടല്ലോ, റാങ്കും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഞാൻ വെച്ചതിൽ തന്നെ എനിക്കൊരു കോളേജ് കിട്ടും എന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചത്. എനിക്കതിലൊരു മാറ്റവും തോന്നിയിട്ടില്ലായിരുന്നു. ഉറപ്പായിട്ടും കിട്ടും, അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു. ട്രയൽ അലോട്ട്മെൻറ്റിൽ എനിക്ക് എവിടെയും കിട്ടിയില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് എവിടെയും കിട്ടിയില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. അപ്പോഴും എനിക്ക് എവിടെയും കിട്ടിയില്ല. അപ്പോൾ ആ ഒരു സമയത്തും എനിക്കങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല കിട്ടാത്തതിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാനിങ്ങനെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടെയൊക്കെ കോളേജ് വെച്ചായിരുന്നെങ്കിൽ വെറുതെ എങ്കിലും എനിക്ക് പറയാനായിട്ട് ഒരു കോളേജ് കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുമ്പം ശരിക്കും ഞാനത് വെക്കാഞ്ഞത് കൊണ്ടാണ് എനിക്ക് കിട്ടാഞ്ഞത്. ബിക്കോസ് ഞാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള കോളേജുകൾ മാത്രം, ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ബെസ്റ്റ് കോളേജ്, കൊല്ലത്തെ ബെസ്റ്റ് കോളേജ്, അങ്ങനെ മാത്രം നോക്കിയിട്ട് ഓപ്ഷൻ വെച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഒരുപാട് ഇൻഡെക്സ് ഉള്ളവർ തന്നെ കയറിപ്പോയി. അപ്പം എനിക്ക് ശരിക്കും കുറച്ചുകൂടെ ഇതിലോട്ട് നിൽക്കുന്ന ഏതെങ്കിലും കോളേജ് വെച്ചാൽ മതിയായിരുന്നു, മനസ്സിലായോ? അങ്ങനെ വെച്ചായിരുന്നെങ്കിൽ തന്നെ എനിക്ക് കിട്ടിയേനെ. അതും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ട്രയലിലും തന്നെ കിട്ടിയേനെ. ഇപ്പോൾ കൊല്ലത്ത് തന്നെ ഇപ്പോൾ ബെൻസിയർ വെച്ചായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ ഇപ്പം ഈ അനന്തപുരി, കിംസ്, ഗോകുലം അല്ലാതെ വേറെ ഏത് കോളേജ് വെച്ചായിരുന്നെങ്കിലും എനിക്ക് ഉറപ്പായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടിയേനെ. പക്ഷെ ഞാൻ വെച്ചില്ല, എനിക്ക് താല്പര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, വെച്ചായിരുന്നെങ്കിൽ എനിക്ക് വെറുതെ പറയാനെങ്കിലും കിട്ടിയേനെയല്ലോ എന്ന് വിചാരിച്ചു. അപ്പം സെക്കൻഡ് വന്നില്ല. അപ്പോൾ എനിക്കൊരു ഇതായി, വെക്കണ്ടേ ആയിരുന്നു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അങ്ങനെയാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ നമ്മുടെ സിമെറ്റ് കോളേജുകളൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം വരുന്നത്. ആദ്യമായിട്ട് സിമെറ്റ് കോളേജുകൾ ലിസ്റ്റിലോട്ട് വരുവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പോഴും എനിക്ക് സിമെറ്റ് കോളേജിനെ പറ്റിയിട്ടൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല. കുറച്ച് പേരോടൊക്കെ അവിടുത്തെ സീനിയേഴ്സിനോടൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് സിമെറ്റ് മുട്ടത്തറ കഴിഞ്ഞ് പള്ളുരുത്തിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഈ പറയുന്ന എൻ്റെ ഈ NS മെമ്മോറിയലും കഴിഞ്ഞിട്ടാണ് ഞാൻ സിമെറ്റ് മുട്ടത്തറയും സിമെറ്റ് പള്ളുരുത്തിയും വെച്ചത്. അപ്പോഴും എനിക്ക് ഇത്രയും ഓപ്ഷൻസേ വെച്ചിട്ടുള്ളൂ. നമുക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പുതിയതായിട്ട് വന്നുകൊണ്ടാണ്, ലിസ്റ്റിലോട്ട് പുതിയതായിട്ട് വന്നുകൊണ്ടാണ് നമ്മളത് രണ്ടും വെച്ചത്. അങ്ങനെ വെച്ചു. ശരിക്കും എൻ്റെ എന്തോ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ, എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു NS മെമ്മോറിയൽ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും കിട്ടിയത് എന്തുകൊണ്ടാണ്, അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഏതോ ഒരു കുട്ടി ടോക്കൺ ഫീസ് അടച്ചില്ല, ആ കുട്ടിക്ക് താല്പര്യമില്ല. അപ്പോൾ ആ ഒരു സീറ്റാണ് ഏറ്റവും കൂടുതൽ അടുത്ത കിട്ടാൻ യോഗ്യത ഉണ്ടായിരുന്നത് എനിക്കായിരുന്നു. അപ്പം അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു കുട്ടി ഇപ്പം ടോക്കൺ ഫീസ് അടച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ല, എനിക്ക് NSും കിട്ടത്തില്ല, പക്ഷേ എനിക്ക് സിമെറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ സിമെറ്റ് ഓപ്ഷൻ എൻ്റെ NS മെമ്മോറിയലിൻ്റെയും താഴെ ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റവും പ്രയോറിറ്റി വെച്ചിരുന്ന NS മെമ്മോറിയൽ എനിക്ക് കിട്ടിയത്. അപ്പം NS കിട്ടിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് സിമെറ്റ്, ഇത് 2 സിമെറ്റും കിട്ടിയേനെ. അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലാണ്. നമ്മൾ ആദ്യം ഓപ്ഷൻ വെക്കുമ്പോൾ ചിന്തിക്കും എനിക്ക് കിട്ടും, അതെന്താ എനിക്ക് കിട്ടിയാൽ എന്നൊക്കെ ചിന്തിക്കുമെങ്കിലും നമ്മൾ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലുള്ള കോളേജോ അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ വെച്ചതിൽ തന്നെ ഒരു കോളേജ് നമുക്ക് കിട്ടണമെന്നില്ല. ബിക്കോസ് നമ്മളെല്ലാവരും വെക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകൾ ചൂസ് ചെയ്തിട്ടായിരിക്കും വെക്കുന്നത്, അല്ലേ? അപ്പോൾ എല്ലാവരും കേരളത്തിലെ ഇപ്പോൾ 1,00,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ 1,00,000 പേരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചിന്തിക്കുന്ന പോലെ ചിലപ്പോൾ ആയിരിക്കില്ല. അത് നമ്മളെക്കാൾ റാങ്ക് ഉള്ളവർ അവിടെ കയറിപ്പോവും. അപ്പോൾ ഇതാണ് കാര്യം. പ്രത്യേകിച്ച് ഇപ്പം ഞാനാണെങ്കിൽ സിമെറ്റിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 months ആയി. അപ്പോൾ അതിനുശേഷമാണ് കുറേ പേര് സിമെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് സിമെറ്റ്, CPAS ഒക്കെ ഇത്തവണ വെക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ തവണത്തേക്കാളും ഇപ്പോൾ സിമെറ്റിന് കോമ്പറ്റീഷൻ കൂടും. പ്രത്യേകിച്ച് എൻ്റെ കോളേജ് പള്ളുരുത്തിയൊക്കെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, എത്ര നല്ല റാങ്ക് ഉണ്ടെങ്കിലും ഇപ്പോൾ സിമെറ്റ്, CPAS, ഗവൺമെൻറ് മാത്രം വെച്ചിട്ടൊന്നും ഒരിക്കലും റിസ്ക് എടുക്കല്ലേ. ബിക്കോസ് ആദ്യത്തെ റാങ്ക് ഉള്ളവരെല്ലാം അവിടെ പോകണം എന്ന് വിചാരിക്കുവാണെന്നിരിക്കട്ടെ. അതുപോലെ ഇപ്പം ആദ്യത്തെ റാങ്ക് ഉള്ളവരെല്ലാം വിചാരിക്കുകയാണ് ഞാൻ കിംസ് തന്നെ ആദ്യം വെക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടില്ല. നമുക്കിപ്പം 3000 റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മെയിൻ അലോട്ട്മെൻറ്റ്സ് ആദ്യത്തെ 3 എണ്ണമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുന്നേ ആയിട്ട് ഓപ്ഷൻ വെക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നിൽ പുതിയ ഓപ്ഷൻസ് ഓൾറെഡി ഉണ്ടായിരുന്നതൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഫോർത്ത് അലോട്ട്മെൻറ്റ് ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ കോളേജും തീർന്ന് കഴിയും. വിരലിൽ എണ്ണാവുന്ന സീറ്റ്സ് മാത്രമേ പിന്നെ കാണൂ. അപ്പോൾ നിങ്ങൾ എത്ര മാർക്ക് ഉണ്ടെങ്കിലും പിന്നെ കൊണ്ടുപോയി നമ്മൾ ആദ്യം തൊട്ട് കോളേജ് വെക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത കോളേജിൽ പോയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അതിലും ബെറ്റർ അല്ലേ നമുക്ക് അത്യാവശ്യം ചൂസ് ചെയ്യാനൊരു അവസരമുള്ളപ്പോൾ
നമ്മൾ അത്യാവശ്യം വെച്ചിട്ട് ചൂസ് ചെയ്യണേ. സോ പ്രത്യേകിച്ച് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെക്കണം. ബിക്കോസ് സീനാണ്. ഈ പറയുന്ന സി-പാസും സിമറ്റും ഒക്കെ ഒരുപാട് പേര് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുവാണ്. അഥവാ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാതെ പോകില്ല. എന്ന് ആലോചിച്ച് നോക്കൂ. 6000 റാങ്ക് എന്ന് പറയുമ്പോൾ നല്ല റാങ്കാണ്. പക്ഷേ വേറെ കോളേജുകളൊന്നും വെക്കാഞ്ഞത് കൊണ്ട് കിട്ടാതെ പോയാലോ? എന്തായാലും ഈ ഒരു റാങ്കിന് ഗവൺമെൻറ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം ഒരു 2000 റാങ്ക് ആണെങ്കിൽ ശരി, ഒരു സേഫ്റ്റിക്ക് കുറച്ച് പ്രൈവറ്റ് കോളേജെങ്കിലും വെക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ഗവൺമെൻറ് കിട്ടിയാലും മാത്രം മതി, ഞാൻ എന്നാൽ മാത്രം അഡ്മിഷൻ എടുക്കൂ എന്നാണെങ്കിൽ ഉറപ്പായിട്ടും വെറുതെ പ്രൈവറ്റ് വെക്കരുത്. ഗവൺമെൻറ് മാത്രമേ വെക്കാവൂ. പക്ഷേ എനിക്ക് പ്രൈവറ്റ് എങ്കിലും കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വെക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 6th അലോട്ട്മെൻ്റ് ഒക്കെ ആകുമ്പോഴാണ് കഴിഞ്ഞ തവണ പുതിയതായിട്ട് ഗവൺമെൻറ് കോളേജ് സിമറ്റൊക്കെ വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ തവണത്തെ റാങ്കൊക്കെ പരിശോധിക്കുന്ന സമയത്ത് 6th 7th 8th ഒക്കെ കുറേ പേർക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ കുറേ സീറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയാണ് ഞാൻ NS പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നാണ് എനിക്ക് സിമറ്റിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയാൻ പറ്റിയത്. അങ്ങനെയാണ് ഞാൻ NS മെമ്മോറിയലിൽ നിന്ന് NOC മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4th അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എല്ലാ ഗവൺമെൻറ് കോളേജുകളും വെച്ചു. അത് കഴിഞ്ഞിട്ട് സിമറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് വെച്ചത്. അങ്ങനെയാണ് എനിക്ക് സിമറ്റ് മുട്ടത്തറ കിട്ടുന്നതും ഞാൻ അങ്ങോട്ട് ചേഞ്ച് ആക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കിംസും ഗോകുൽ അനന്തപുരി ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ബിക്കോസ് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് സിമറ്റായിരുന്നു. അങ്ങനെയാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതാണ് എൻ്റെ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ മറ്റേ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഒപ്പം തന്നെ കമൻറ്റിലും ഒന്ന് പിൻ ചെയ്ത് വെക്കാം. എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ബിക്കോസ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ ആഗ്രഹിച്ച കോളേജ് കിട്ടത്തുമില്ല. ലാസ്റ്റ് ഒന്നും കിട്ടാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. അപ്പം ഒരു 6000 ഒക്കെ 7000 ഒക്കെ ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കോളേജസ് വെക്കുക. എനിക്ക് എത്ര പറയാനുള്ളൂ. ഒരു 8000 ഒക്കെ ഉള്ളവർ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ബിക്കോസ് ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി, ഇപ്പം തന്നെ നമ്മൾ വിചാരിച്ച പോലെ അല്ല ഇത്തവണത്തെ LBSലെ റാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റാങ്ക് വന്ന ഒരു സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും ഇതിൽ എത്ര പേര് എടുക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ ആദ്യം റാങ്ക് കിട്ടിയവരൊക്കെ ഇപ്പോൾ നീറ്റ് വഴിയൊന്നും അവർക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇതിൽ തന്നെ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പം അടുത്തൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വരുന്നൊരു പ്രശ്നമായിരിക്കും ഇതുപോലെ നമുക്ക് നല്ല റാങ്ക് ഉണ്ടായിട്ടും കിട്ടാതെ പോകുന്നത്. അപ്പം അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു സേഫ്റ്റിയാണ്, നമ്മളൊരു പ്രിക്കോഷൻ എടുക്കണ്ടേ ഏതൊരു ബുദ്ധിമുട്ടും എന്ത് വരുന്നതിന് മുന്നേ. സോ നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റി നോക്കിയിട്ട് മാക്സിമം ഓപ്ഷൻസ് വെക്കുക. ശരിക്കും ഞാൻ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. ബിക്കോസ് ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ വെക്കുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇതേ സെയിം കമൻറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല പേടി തോന്നി. ബിക്കോസ് ആ ഒരു സമയത്ത് എനിക്ക് വേറെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുത്തത്. എനിക്ക് വേറെ ആയുർവേദം ഉണ്ടായിരുന്നു, B.Pharm ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഏതാണേലും ഞാൻ ഓക്കെ ആണ്. അപ്പോൾ എനിക്ക് ഇതല്ലെങ്കിൽ അത് ഓക്കെ, റിസ്ക് എടുക്കാൻ എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായാലും ഉറപ്പായിട്ട് റിസ്ക് എടുക്കുക. അല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ ഇപ്പം അങ്ങനെ വെച്ചിട്ട് ഒരിക്കലും റിസ്ക് എടുക്കല്. നിങ്ങൾ എടുക്കുന്ന വലിയ റിസ്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ INC ഇല്ലയെന്നൊക്കെ വെച്ചിട്ട് വെക്കാതിരിക്കുന്നത് ഞാൻ പറഞ്ഞു. INC ഒക്കെ ചിലപ്പം അടുത്ത അപ്ഡേറ്റിൽ വരാം. അപ്പോൾ നിങ്ങൾ വെക്കാതിരുന്നാൽ അത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധമായിരിക്കും. ആ ഒരു കാര്യം കൂടെ എല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇന്നലെ ഇട്ട INC റിലേറ്റഡ് ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. ബിക്കോസ് നിങ്ങൾ അബദ്ധങ്ങൾ കാണിച്ചിട്ട് പിന്നെ നമ്മളിരുന്ന് വിഷമിച്ചിട്ട് ഒന്നും പറയാനില്ല. ആരോടും പറയാനും വിഷമിക്കാനും ഒന്നും നമുക്ക് കാണത്തില്ല. സോ നമ്മൾ തന്നെ ആലോചിച്ച് കൂട്ടി ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ഓപ്ഷൻസ് വെക്കുക. നമ്മൾ ബുദ്ധിപൂർവ്വം തന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് നേടിയെടുക്കുക. മാക്സിമം കോളേജസ് വെക്കുക, മാക്സിമം അലോട്ട്മെൻറ്റ്സിൽ പങ്കെടുക്കുക. സ്പോട്ട് അലോട്ട്മെൻ്റ് ഒന്നും എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞ് ഒരിക്കലും പോകാതിരിക്കരുത്. അതാണ് ഏറ്റവും വലിയ അബദ്ധം നമ്മൾ കാണിക്കുന്നത്. സോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്പോട്ടിന് പോയി നിൽക്കുക. മാക്സിമം സമയം അവിടെ വെയിറ്റ് ചെയ്ത്, നല്ല ലേറ്റാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിന്ന് കിട്ടാനുള്ള സീറ്റ് മേടിച്ചിട്ട് തന്നെ നിങ്ങൾ വരിക. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് LBS വഴിയാണ് സിമറ്റിലെയോ ഒപ്പം തന്നെ C-പാസ് കോളേജുകളുടെയൊക്കെ NRI സീറ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ശ്രദ്ധിക്കണം. വെറുതെ നമ്മൾ ഒരിക്കലും NRI സീറ്റ് ഓപ്ഷൻ വെക്കരുത്. വെക്കുന്നവരെ സംബന്ധിച്ച് LBSൻ്റെ പ്രോസ്പെക്ടസിൽ ഒരു 3-4 രേഖകൾ അവരുടെ കയ്യിൽ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രേഖകൾ നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം NRI ഓപ്ഷൻസ് വെക്കുക. വെറുതെ വെക്കരുത്. ബിക്കോസ് നമുക്കറിയാവുന്ന തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവളിതുപോലെ അബദ്ധം പറ്റിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ സിമറ്റ് മുട്ടത്തറ എന്ന് സാധാ രീതിയിൽ ഓപ്ഷൻ വെക്കാൻ കാണും. അടുത്തൊരു ഓപ്ഷനായിട്ട് സിമറ്റ് മുട്ടത്തറ ബ്രാക്കറ്റിൽ NRI കോട്ടയെന്ന് കാണും. അപ്പം അങ്ങനെ അറിയാതെ വെച്ചതാണ്. പക്ഷേ അലോട്ട്മെൻറ്റിൽ അതാ കിട്ടിയത്. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതും 3rd അലോട്ട്മെൻറ്റിൽ കിട്ടി. പിന്നെ അവളുടെ ഫാദറൊക്കെ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കോളേജിലല്ല കേട്ടോ പറയുന്നത്, എനിക്കറിയാവുന്നൊരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്.
അപ്പം അവൾക്ക് പിന്നെ ഇതുപോലെ തന്നെ അവളുടെ ഫാദർ എന്തോ ഗൾഫിലായിരുന്നു. അങ്ങനെ പിന്നെ NRI അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ശരിയാക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പോയി LBSൻ്റെ പ്രോസ്പെക്ടസിൽ നോക്കുക. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങളെക്കൊണ്ട് എടുക്കാനായിട്ട് പറ്റും, നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസ് ധൈര്യമായിട്ട് വെക്കുക. ബിക്കോസ് നമുക്കിപ്പോൾ മാർക്കൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ NRI സീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് NRI സീറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. നമുക്കുള്ള പോലെ ഉള്ള ഫീസല്ല. അതും പല കോളേജിൽ പല ഫീസാണ്. ചിലയിടത്ത് 1,25,000 ആണെങ്കിൽ ചിലയിടത്ത് 1,50,000 ആണ്. അതും വർഷം കൊടുക്കേണ്ട ഫീസാണ്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഓപ്ഷൻസ് വെക്കാവൂ. ഒരബദ്ധവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവിടെ എല്ലാവർക്കും ഓപ്ഷൻ വെക്കാൻ പറ്റുമെന്ന്. അവിടെ എല്ലാവർക്കും ഓപ്ഷൻ വെക്കാൻ പറ്റും. അത് ക്രിസ്ത്യൻ മൈനോറിറ്റി കോട്ടയുള്ള കോളേജാണെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനത്തെ റിസർവേഷനുള്ള കുട്ടികൾ ഉറപ്പായിട്ടും അവിടെ വെക്കണം. എന്നാൽ അവർക്ക് സീറ്റ് കിട്ടാനുള്ളൊരു സാധ്യത കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഓപ്ഷനൊക്കെ വെക്കുന്ന കാര്യം നമുക്കറിയാം. ചിലപ്പോൾ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ഓപ്ഷൻസ് ഒക്കെ വെക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ കയറി വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും LBSൽ ടോക്കൺ ഫീസ് അടയ്ക്കുന്ന കാര്യം മറന്നു പോകരുത്. അഥവാ അടച്ചില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും പിന്നെ നമുക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റിലേ പങ്കെടുക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഗവൺമെൻറ്റിൽ മാത്രം പോകാനിരിക്കുന്നവർ ചിലരൊക്കെ കാണും. അപ്പം അതൊക്കെ നോക്കിയിട്ട് വെക്കുക. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വരെ നമുക്ക് NOCയും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആരും വറീഡ് ആവേണ്ടതായിട്ടില്ല. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോൾ നല്ല ഇൻഡെക്സ് മാർക്ക് ഉള്ളവരാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 2,500, 3,000 റാങ്ക് ഉള്ളവരാണെങ്കിൽ പോലും ബെസ്റ്റ് കോളേജസ് മാത്രം ചൂസ് ചെയ്ത് ഒരിക്കലും വെക്കരുത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും എന്നുറപ്പുള്ള ഒരു 3-4 കോളേജുകൾ ഇൻക്ലൂഡ് ചെയ്യണം. നല്ല ഇൻഡെക്സ് ഉള്ളവരെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, കുറേ പേര് ചോദിക്കുന്നുണ്ട് CPAS കോളേജുകളിൽ ഞാൻ CPAS സൈറ്റ് വഴി അപ്ലൈ ചെയ്തില്ല, അപ്പോൾ എനിക്ക് LBS വഴി ഓപ്ഷൻ വെക്കാൻ പറ്റുമെന്ന്. ഉറപ്പായിട്ടും പറ്റും. നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിമെറ്റിൽ അഡ്മിഷൻ LBS ത്രൂ മാത്രമാണ്. LBS വഴി മാത്രമേ സിമെറ്റിൽ അഡ്മിഷൻ കിട്ടൂ. CPASൻ്റെ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ CPASൻ്റെ സൈറ്റ് വഴിയും കിട്ടും, LBS വഴിയും കിട്ടും. അപ്പോൾ LBS വഴി കിട്ടുന്നത് CPASൻ്റെ ഹാഫ് സീറ്റാണ്. അപ്പോൾ അതിൻ്റെ കോളേജ് എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് എഴുതിയേക്കുന്ന കോളേജുകളൊക്കെ CPASൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ SME എന്ന് കൊടുത്തേക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കോട്ടയം ജില്ലയിൽ തന്നെ 3 എന്തോ ഉണ്ട്, പുതുപ്പള്ളി, ഗാന്ധിനഗർ, പാലയൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വെക്കുക എല്ലാവരും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയാനായിട്ട് ഓർത്ത് വെച്ചിരുന്നത്. അപ്പം എന്തൊക്കെയൊക്കെ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കൂടെ ഓപ്ഷൻ മാറ്റാനോ അല്ലെ ആഡ് ചെയ്യാനൊക്കെ സമയമുണ്ട്. ഒപ്പം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് മുന്നേ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷവും നമുക്ക് റീഅറേഞ്ച് ചെയ്യാനും കൂടുതൽ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോൾ LBSൻ്റെ സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആരും റിസ്ക് എടുക്കാതിരിക്കുക. ഇഫ് നിങ്ങൾക്ക് ഒരു സീറ്റെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാതിരിക്കുക. ബിക്കോസ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടാണ് പലതിനും റിപ്ലൈ തരാനായിട്ട് പറ്റാതെ പോകുന്നത്. പക്ഷേ മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇടുന്ന വീഡിയോയിൽ ഇടയ്ക്കെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പലതും അറിയാതെ ഇരിപ്പുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാതെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വെക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. ബിക്കോസ് നമുക്ക് ചിലപ്പോൾ ഒരു സഡൻ മൊമെൻറ്റിലായിരിക്കും വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കണ്ടിട്ടൊന്നും പിന്നെ പ്രയോജനമില്ല. പിന്നീട് ഇത് കണ്ടിട്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ആരും ഇടുന്ന വീഡിയോസ് ഒന്നും മിസ് ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ബൈ ബൈ.